അപ്പോൾ ഏതായാലും NDA 153 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. MGB 78, 153, 78. 2020 വല്ലാതെ പിന്നിൽ പോയിരിക്കുന്നു MGB, മഹാസഖ്യം, മഹാഗഡ്ബന്ധൻ എന്നുള്ളത് ആ നിലയിൽ പോലും പറയാൻ കഴിയാത്ത വിധം ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കേവലം 3 ഈ പറഞ്ഞ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 122-ൽ നിന്ന് 3 MLA-മാരാണ് അധികമായി 2020 ആ NDA സഖ്യത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കൂ, അത് അവർക്ക് വലിയ നിലയിലുള്ളൊരു ആധികാരികമായ വിജയത്തിലേക്ക് പോകാൻ കഴിയുന്നു. 243 അംഗ, അതെ, 243 അംഗ നിയമസഭയിൽ 152 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേവലം 80ഓളം മണ്ഡലങ്ങളിൽ മാത്രമായി മഹാസഖ്യത്തിൻ്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ശക്തമായൊരു ഭരണപക്ഷമായി മാറാൻ NDAക്ക് കഴിയുന്നു. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിതീഷ് കുമാറിൻ്റെ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രമാദിത്വം അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു മുന്നണിക്കകത്ത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ദുർബലപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം BJP വലിയ തോതിൽ ഏറ്റവും വലിയ പാർട്ടിയായ മുന്നണിക്കകത്ത് മെല്ലെ വളർന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് നിതീഷിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ അനുഭവ പാരമ്പര്യം, പരിചയം എന്നുള്ളത് ഏറ്റവും വലിയ ഘടകമായി മാറി നമ്മൾ കാണുകയാണ്. JDU എന്ന പാർട്ടി ആ മുന്നണിക്കകത്ത് വളരെ കരുത്തോടെ അധികം ഏതാണ്ട് ഒരു 25ഓളം സീറ്റുകളിലാണ് 2020 അധികം ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 43 സീറ്റിൽ മാത്രമുണ്ടായിരുന്നൊരു പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിന് കനിഞ്ഞു നൽകിയ ഒരു മുഖ്യമന്ത്രി പദം എന്നൊരു തോന്നൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയും വിധത്തിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റും വർദ്ധിപ്പിച്ച് ആ പാർട്ടിയെ ഇപ്പോൾ JDU, നിതീഷ് കുമാർ എന്ന വലിയ നേതാവ് നിതീഷ് കുമാർ ആ പാർട്ടിയെ ആ മുന്നണിക്കകത്ത് BJPക്ക് മുമ്പിൽ തന്നെ മുന്നോട്ട് വെച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രസകരമായിട്ടുള്ള വളരെ വലിയ ശ്രദ്ധേയമായൊരു, എനിക്ക് തോന്നുന്നു ബീഹാറിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും വലിയ കാഴ്ചയായി വന്നിട്ടുള്ളതാണ് നിതീഷിന്റെ ഈ ഒരു മടങ്ങിവരവ്. നിതീഷിന് പല ഘട്ടങ്ങളിലും അപ്രസക്തനായി പോകേണ്ടി വന്നിരുന്നു BJPയുടെ മുന്നിൽ. അതുകൊണ്ടല്ലേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരേ സീറ്റിൽ മത്സരിക്കേണ്ടി വന്നത് 101 നിലയിൽ. ഇനി അത് ചോദിക്കാൻ BJP ധൈര്യപ്പെടുവോ? യെസ്, ഒരു തരത്തിലും ചെറുതായി കാണാൻ കഴിയില്ല. പല സ്റ്റേറ്റുകളിലും, ഉദാഹരണത്തിന് നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടതാണ്. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ സെക്കൻഡ് പാർട്ണറായി അല്ലെങ്കിൽ രണ്ടാം കക്ഷിയായി ആ മുന്നണിക്കകത്ത് നിന്ന BJP എത്ര നിലയിൽ വളർന്നു, ശിവസേന ഏത് നിലയിലായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം ബീഹാറിൽ പയറ്റി വന്ന BJPക്ക് മുമ്പിലേക്ക് നിതീഷ് കുമാർ വളരെ കൃത്യമായി ഉദ്ധവ് താക്കറെ ആവാൻ എന്നെ കിട്ടില്ല എന്ന് നിതീഷ് കുമാർ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്തു. ഏതായാലും BJPയുടെ വിലപേശൽ ശേഷി NDAക്കുള്ളിൽ വളരെ കുറയ്ക്കാൻ, കൃത്യമായൊരു മേൽക്കൈ നിലനിർത്താൻ ഇവിടെ നിതീഷ് കുമാറിന് പറ്റിയിട്ടുണ്ട്. BJP 80 എന്ന മാർക്കിൽ തൊട്ടിരിക്കുന്നു, JDU 70 എന്ന മാർക്കിലേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ LJP നമ്മുടെ ചിരാഗ് പാസ്വാൻ, അതെ, അദ്ദേഹം അവർ 8ലേക്ക് വന്നിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച, നമ്മുടെ ജിതിൻ റാം മാഞ്ചി, പഴയ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പാർട്ടി 1ലേക്ക് വന്നിരിക്കും. മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ RJD 59 എന്ന നിലയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് പിന്നീട് പോകാൻ പറ്റിയിട്ടില്ല, നിൽക്കുകയാണ്. കോൺഗ്രസ് 9 സീറ്റ് എന്ന പ്രദേശത്ത് നിൽക്കുന്നു. ഇടതു പാർട്ടികൾ ബാക്കിയുള്ള സീറ്റുകളിൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വലിയ തിരിച്ചറിവിന്റെ സമയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തന്നെയാണ് തിരിച്ചറിവ് വേണ്ടത്. വിലപേശി വാങ്ങിയ സീറ്റുകളിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കും, നിങ്ങളുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്നത് ചോദ്യമല്ലേ. നിങ്ങൾക്ക് ഇല്ലാത്ത ശക്തി പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സീറ്റ് വിലപേശി വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ തവണയും പഠിച്ചില്ല. അത് ഈ മഹാസഖ്യത്തിൻ്റെ ഒരു ഗതികേട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി തെറ്റിപ്പറിച്ചിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാൽ ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നറിയാം. അതുകൊണ്ട് കൊടുക്കുന്നതാണിത്. അപ്പോൾ അതൊക്കെ കൃത്യമായി മുതലെടുത്തു. അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ പ്രാക്ടിക്കൽ സിനാറിയോ മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയെന്നതാണ് പ്രശ്നം. അപ്പോൾ ഈ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞ ഈ 404 സീറ്റ് പണ്ട് നേടിയതിൻ്റെ തഴമ്പിൽ നിന്ന് നിങ്ങൾ എന്ന് പുറത്തു വരുന്നോ അന്നേ എന്താ പറയുക, രക്ഷപ്പെടുകയുള്ളൂ, അല്ലേ, അല്ലെങ്കിൽ ഗതി പിടിക്കത്തുള്ളൂ എന്ന് നാട്ടിലൊക്കെ പറയാറുണ്ട്. ഏതായാലും അങ്ങേയറ്റം രസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ബീഹാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.